നമ്മുടെ ഈ ഭൂമിയിൽ ഒരു സ്ത്രീ പോലും അവശേഷിക്കാതെ എല്ലാവരും ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഭൂമിയിൽ സ്ത്രീകൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ പലരും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ മനുഷ്യന്മാരുണ്ടാവില്ല, അങ്ങനെ മനുഷ്യവർഗം മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ജീവിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിക്കും? ലോകത്ത് ഏകദേശം 3.5 ബില്യൺ മുതൽ 4 ബില്യൺ വരെ സ്ത്രീകളാണുള്ളത്. അതായത് 49.5%. സ്ത്രീകൾ നമ്മുടെ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവിടെ സാമൂഹികമായിട്ടുള്ള ഒരു തകർച്ചയാണ്. അതായത് സാമൂഹിക വ്യവസ്ഥയ്ക്ക് തകർച്ചയുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സ്ത്രീ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ സ്ത്രീകൾ ഇല്ലാതാവുന്നതോടെ അവിടെ ഭാര്യമാരില്ലാതാവുന്നു, മക്കൾക്ക് അമ്മമാരില്ലാതാകുന്നു, അതേപോലെ തന്നെ സഹോദരിമാരില്ലാതാകുന്നു. അപ്പം നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു കൊച്ചിനെ അതിന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതാവുമ്പോൾ തന്നെ മനുഷ്യന്മാരുടെ ക്വാളിറ്റി കുറയാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ എല്ലാം തകരും. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ രണ്ടാമതായി സംഭവിക്കാൻ സാധ്യതയുള്ളത് സാംസ്കാരികമായിട്ടുള്ള തകർച്ചയായിരിക്കും. അതായത് വിദ്യാഭ്യാസം, കല, ആരോഗ്യ മേഖലകളിലൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അവരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾക്കും അതിനൊക്കെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണിത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ സ്ത്രീകൾ പുറത്തു പോയിട്ട് മെഡിക്കൽ ഫീൽഡിലൊക്കെ, അതായത് നേഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടൊക്കെ കുറെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കെയർ വേണ്ട ഒരു മേഖലയാണ്. അതേപോലെ തന്നെ കല എന്ന് പറയുന്നത് തന്നെ ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അപ്പം നമ്മുടെ നാടിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ക്വാളിറ്റി കുറയാൻ തുടങ്ങും. ഇത് മനുഷ്യന്മാർ ഇപ്പോൾ ലോകത്ത് മൊത്തമായിട്ട് അത് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് തന്നെ പല കലകളും അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണവും ഇതൊക്കെ അന്യം നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കുടുംബജീവിതം ഒരു മനുഷ്യനെ ഏറ്റവും ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് കുടുംബജീവിതം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണിത്. ഈ കുടുംബജീവിതം ഇല്ലാതാവുന്നതോടെ നമുക്ക് മനുഷ്യന്മാർക്ക് കരുണയും അതേപോലെ തന്നെ മറ്റുള്ളവരുള്ള സിമ്പതിയും ഇതൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് അയാളെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആ വീട്ടിലെ അമ്മ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ടീച്ചിങ് കിട്ടാതാവുന്നതോടെ മനുഷ്യന്മാരിൽ സിമ്പതി, കരുണ, സ്നേഹം, ഈ ഫീലിങ്സ് ഒക്കെ ചിലപ്പം ഇല്ലാണ്ടായി പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ അടിയിലേക്കും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കരുണയില്ലാതെ പെരുമാറാനും, ഇങ്ങനൊരു സ്ഥിതി വരുന്ന സമയത്ത് ഭൂമിയിൽ ബാക്കിയുള്ള ആണുങ്ങൾക്ക് ജീവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു സപ്പോർട്ടർ, അതായത് ഒരു മെന്റലി ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ആള്, ഇതൊക്കെ ഇല്ലാതാവുന്ന സമയത്ത് ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും അതായത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും ഇല്ലാതാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് മനുഷ്യവംശം തന്നെ ഇല്ലാതാവും. കൃത്രിമ ഗർഭാശയങ്ങളും അതേപോലെ തന്നെ ക്ലോണിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്നോളജികൾ വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ പരീക്ഷണം മാത്രമാണ് നടക്കുന്നുള്ളൂ. അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെതായ ഫുള്ള് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ ഇല്ലാതായി കഴിയുന്നതോടെ പുതിയ മനുഷ്യന്മാർ ജനിക്കാതാവും. അങ്ങനെ മനുഷ്യവർഗം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവും. ഭൂമിയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ മരിച്ചു തീരുന്നതോടെ നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്മാരില്ലാതാവും. മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ പ്രകൃതിയിലെ പല കാര്യങ്ങളും താളം തെറ്റാൻ തുടങ്ങും. അതായത് മൃഗങ്ങളെ ഒക്കെ അത് ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ചിലപ്പം അതൊരു ലോകാവസാനത്തിലേക്ക് പോലും കലാശിച്ചേക്കാം. ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ചുമ്മാ രസത്തിന് ചെയ്ത ഒരു പഠനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നടക്കാൻ ഒരു ചാൻസും ഉള്ളതല്ല. അപ്പോൾ അതിനെ ആ സെൻസിൽ മാത്രം എടുക്കുക.